ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാമോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പക്ഷെ സുഖമാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ഒരു മാസം, അതായത് 2025 ജനുവരി മാസം ഒരു ഒട്ടുമിക്ക ദിവസവും കുറേ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളൊരു മാസമായിരുന്നു കേട്ടോ. 2025 ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ വിഷമങ്ങളും വേദനകളും ഒക്കെ തന്നൊരു മാസമായിരുന്നു. മാസത്തിൻ്റെ കുഴപ്പമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്. എന്നാ പറയുന്നത്, 3-4 മരണം ഒരു മാസം തന്നെ കൂടേണ്ടതായിട്ട് വന്നു. ഇന്നും ഇപ്പം ഞാൻ റെഡിയായി നിൽക്കുന്നത് ഒരു മരിച്ചിറക്കിന് പോകാൻ വേണ്ടിയിട്ടാണ്. ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടാനും കൂടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മധു എന്ന് പറഞ്ഞൊരു സാറിൻ്റെ വൈഫാണ് മോളമ്മ ചേച്ചി. മോളമ്മ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടെ. മരിച്ചു കഴിയുമ്പോഴേ എന്നോ പന്ന മനുഷ്യരാണെങ്കിലും എല്ലാവരും പറയും, അയ്യോ ആ മനുഷ്യനൊരു നല്ലതായിരുന്നു, ആ ചേച്ചി ഒരു നല്ലതായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു എന്ന് പറയും. അപ്പോൾ അവരുടെ ആ കുടുംബക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷവും അഭിമാനമൊക്കെ അല്ലേ എന്ന് പറഞ്ഞോണൊക്കെ അങ്ങനെ പറയുകയല്ല. ഈ ചേച്ചി ഒരു വെറും പാവം ചേച്ചിയായിരുന്നു. 2 പൊന്നു മക്കളാണ് ചേച്ചിക്കുള്ളത്. അതിൽ ചേച്ചിയുടെ മകളെ കെട്ടിച്ച് വിട്ടിട്ടൊക്കെ ആണെങ്കിലും ചേച്ചി ഒത്തിരി വിഷമവും വേദനയൊക്കെ അനുഭവിച്ചു. കാരണം കല്യാണം കഴിഞ്ഞ ആ മരുമോൻ്റെ ഒരു ഇതുകൊണ്ടൊക്കെ കുറച്ച് വിഷമവും സങ്കടവും ഒക്കെ അനുഭവിച്ചു. മരുമോൻ എന്നിട്ട് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ കുറച്ചേറെ അധികം വിഷമങ്ങളിലൂടെ അവർ ഒത്തിരി നല്ല സന്തോഷമായിട്ട് ക്യൂട്ടായിട്ട് നല്ല സ്നേഹത്തോടെ അമ്മയും അച്ഛനും മക്കളും നല്ല രീതിയിൽ ജീവിച്ചാന്ന് ചേട്ടാ എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നെ കല്യാണം കഴിഞ്ഞ് ചെന്ന ഇടയ്ക്ക് ചേട്ടാ എന്നെ കെട്ടിക്കൊണ്ട് ചെന്ന ഇടയ്ക്ക് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ തൊട്ടിപ്പുറത്തെ വീടായിരുന്നു, ആ കോട്ടേഴ്സിലായിരുന്നു സാറും മോളമ്മ ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ കെട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അനിയനും അനിയത്തിയൊക്കെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു സൗകര്യം നോക്കി വേറൊരു സ്ഥലത്തേക്ക് മാറി. അത് കഴിഞ്ഞപ്പോൾ മോളമ്മ ചേച്ചിയൊക്കെ നമ്മളെയായിരുന്നു ആ റൂം ഏൽപ്പിച്ചിരുന്നത്. അപ്പം നമ്മൾ പകുതി ദിവസം ആ റൂമിനകത്ത് പോയി ഇരിക്കുകയും കിടക്കുകയും എന്നാ പറയുന്നത് നമ്മുടെ കയ്യിലായിരുന്നു ആ ഒരു വീടും കൂടെ. അപ്പം നമുക്ക് ഈ പറഞ്ഞ കണക്ക് അമ്പിളിയുടെ കല്യാണമൊക്കെ വന്നപ്പോൾ ആ വീടിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഉപയോഗം നമുക്കുണ്ടായി. എന്നാന്ന് വെച്ചാൽ കോട്ടയത്ത് നിന്നൊക്കെ ചാമക്കുഞ്ചിയും ആകുട്ടിഞ്ഞാണ്ടും പിള്ളേരും ഒക്കെ തലേദിവസം വന്നു. അവർക്ക് തന്നെ കാഞ്ചിയാറമ്മയും ചാച്ചനും അനീഷും ഒക്കെ തലേദിവസം വന്നു. കുട്ടായി മോളമ്മ അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഖു രഘു അങ്ങനെ തലേദിവസം വന്നവർക്കൊക്കെ കിടക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ കിടക്കാനായിട്ടൊക്കെ അന്ന് ആ വീട് ഒത്തിരി നമുക്ക് ഉപകാരപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കുഞ്ഞു സഹായമാണ് ഒരു മനുഷ്യൻ ചെയ്തു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർത്തെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല മനസ്സിനുടമയാകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ കല്യാണ സമയത്ത് നമുക്ക് ആ വീട് ഒത്തിരി ഉപകാരപ്രദമായി. അങ്ങനെ തൊട്ടടുത്തടുത്തല്ല, അപ്പുറത്തല്ല, അവിടെ രാത്രി കിടപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. പക്ഷേ നമുക്ക് ആ ടൈമിൽ ആ വീട് ഒരു ഒത്തിരി ഉപകാരപ്രദമായ വീടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ മോളം ചേച്ചി എന്നിട്ട് നമ്മുടെ ആ വീട് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോഴും മോളം ചേച്ചി ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ വരും. നമ്മുടെ അനുസരമോളുടെ വീടിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് കേട്ടോ മോളം ചേച്ചിയുടെ വീട്. മിഷ്യൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ കഥ അടച്ചിട്ട് പോലെ കഥ അടച്ചിടുവാണേ ലേശ സൗണ്ട് പറഞ്ഞിട്ടു. അവരുടെ പണിയല്ലേ. ഇത്ര നേരം വോൾട്ടേജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വോൾട്ടേജ് വന്നപ്പം ഒരു പണി തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ മോളം ചേച്ചി എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഒരു 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ വരും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടനെ ഭയങ്കര ജീവനായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ ചേട്ടായോടുള്ള ആ ഒരു സ്നേഹമൊക്കെ എന്നോടും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കാം, നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയറുന്ന മുറിയിലെ അവിടെ വന്നിരുന്ന് എന്നെ അടുത്ത് വിളിച്ചിരുത്തി ഒത്തിരി കാര്യങ്ങൾ മോളം ചേച്ചി പറഞ്ഞു തന്നെല്ലാം. ഇന്നലെ മോളം ചേച്ചിയുടെ മരണവാർത്ത അറിഞ്ഞിട്ട് അതെല്ലാം അറിയാനും പെട്ടെന്ന് മനസ്സിൽ പിന്നെ പറഞ്ഞു, സുനിൽ ഒത്തിരി പീഡ അനുഭവിച്ചാൽ മോളെ, സുനിൽ ഒത്തിരി ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്താൽ മോളെ. ഞങ്ങൾ അറിയുമ്പോൾ മുതൽ മോളെന്നേ വിളിക്കത്തുള്ളായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു മോളെ, സുനിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്താൽ നീ പൊന്നു ഉണക്ക് നോക്കണം കേട്ടോ സുനിലിനെ. അപ്പം ചേച്ചി വരുമ്പോഴൊക്കെ എന്നോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, ചേട്ടാ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ്, നീ സുനിലിനെ ചേർത്ത് പിടിക്കണേ മോളെ, ഒരിക്കലും സുനിലിനെ തള്ളിക്കളയരുതേ മോളെ എന്നൊക്കെ. ആ വാക്കുകളല്ലേ ഇന്നലെ മരണത്തിൻ്റെ ചേട്ടാ ഇന്ന് വെളുപ്പിനെ എണീറ്റത് എന്നെ ആ ഫോട്ടോ കാണിച്ചിട്ട് എടി മോളം ചേച്ചി മരിച്ചു പോയത് പറഞ്ഞു കേട്ടോ. ഇന്നലെ നമ്മൾ മരിച്ചെന്ന് അറിഞ്ഞായിരുന്നു, എങ്കിലും ഫോട്ടോ ഇന്ന് രാവിലെയാണ് കണ്ടത് കേട്ടോ. പിന്നെ നമ്മളെ രാത്രി തന്നെ നമ്മുടെ ബീന സുരേന്ദ്രൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുനിലെ ഇന്ന ഉണക്ക് മരിച്ചിടാ മോളം ചേച്ചി ഇന്ന സമയത്ത് അടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുങ്ങളെല്ലാം കൂടെ ഒറ്റ കെട്ടായിട്ട് ജോലി ചെയ്യുകയും സ്നേഹിച്ച് കൂട്ടുകൂടി നടക്കുകയും ഒക്കെ ചെയ്തു നിങ്ങളാണ്. അപ്പം അവിടോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ 31-ാം തീയതിയാണ് ജനുവരി. അടുത്ത ഒരു മാസം എൻ്റെ ദൈവമേ ആർക്കും മരണവും കാര്യങ്ങളും ആപത്തും അനർത്ഥങ്ങളും ഒന്നും കേൾക്കാനായിട്ട് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചത്. കാര്യം ഞാൻ ഈ വർഷത്തെ ഒരു ഇതിൽ
എൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഈ രോഗികളെ കാണാനും മരണങ്ങൾ അറിഞ്ഞാലും ഒക്കെ ഞാൻ കൃത്യമായിട്ട് പോകുമെന്ന്. എൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു കാര്യം അങ്ങനെ ഞാൻ രോഗി സന്ദർശനമൊക്കെ നടത്തും, കൂടുതൽ സമയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ മടുത്തു കേട്ടോ ഈ ഒരു മാസം കൊണ്ട് തന്നെ. കാരണം മരണം കാണുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം ചെറുപ്പക്കാരായ പിള്ളേരുടെയൊക്കെ മരണമൊക്കെ നമ്മളിങ്ങനെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം മുതൽ ഇങ്ങനെയുള്ള ഒരു മാസം ആവരുതേന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇന്ന് എനിക്കൊരു പ്രത്യേക ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ചേട്ടായുടെ മുട്ടിനൊരു ചെറിയ വേദനയാണ്. പിന്നെ കൈ മരയ്ക്കും. അതും പറഞ്ഞാൽ ചേട്ടാ ഈ വണ്ടി ഓടിക്കാത്തേ, സ്കൂട്ടി ഇപ്പോൾ കൊണ്ടുപോകുന്നേ ഇല്ലല്ലോ, വണ്ടി ഓടിക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് കൈ പെട്ടെന്ന് മരയ്ക്ക് വന്നു. അപ്പോൾ ഇന്നോട് പറഞ്ഞു രാവിലെ ഒരു ചാറ്റമഴ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടുത്തെ ഓട്ടോ വിളിച്ച് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പം മാറി. അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിൻ്റെ ബാക്കിൽ ഞാൻ ഇരിക്കും, നീ എന്നെ കൊണ്ടുപോയേക്കണമെന്ന്. അത് ആ ഒരു വലിയ ദൗത്യം കൂടി ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം. കാരണം പ്രാർത്ഥനയോളം വലുതൊന്നും ഇല്ലെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജീവിതത്തിൽ എനിക്ക് അത്രയും ഗുണങ്ങൾ, അത്രയും സമാധാനങ്ങൾ കിട്ടുന്ന പ്രാർത്ഥനയിലൂടെയാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെ അയൽവക്കക്കാരുടെയൊക്കെ ഒക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറയിൽ ജസ്സേച്ചി വേറെ ജസ്സേച്ചിയുടെ കൂട്ടുകാരി നമ്മളോട് തൊഴിലുറപ്പിനുള്ള 2 ചേച്ചിമാർ പണിയുന്നുണ്ട്. ഇന്ന് തൊഴിലുറപ്പില്ല, ഇന്ന് തൊഴിലുറപ്പിൻ്റെ ഗ്രാമസഭയാണ്. അപ്പോൾ ജസ്സേച്ചിയും ആ ചേച്ചി ഏലത്തിന് നമ്മുടെ പുറകിൽ പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി അവരോട് പോയി വർത്താനം പറഞ്ഞിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ പോയി മോളമ്മ ചേച്ചിനെയൊക്കെ കണ്ട് ഓണക്കാരന് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ അയൽക്കൂട്ടത്തിൻ്റെ അല്ല സോറി തൊഴിലുറപ്പിൻ്റെ ഗ്രാമസഭയൊക്കെ കൂടി ഇട്ടൊക്കെ വരാം കേട്ടോ. ഇന്നത്തെ വിളിപ്പിക്കണ്ട കേട്ടോ. കണ്ടോ, ഇതായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന പഴയ ചേട്ടായിക്ക് എസ്റ്റേറ്റ് ജോലി ഉണ്ടായിരുന്നപ്പോൾ കോട്ടേഴ്സ്. ഇപ്പോൾ ഇത് നമ്മൾ വിനുവിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, പിന്നെ ഇത്രയും തൊട്ടടുത്തായിരുന്നു ഇപ്പം നമ്മൾ കാണാൻ പോയ മോളമ്മ ചേച്ചിയുടെ കോട്ടേഴ്സ്. ഇതായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാം പൊളിച്ചതാണ് കേട്ടോ ഈ അടുത്തിറക്കങ്ങാണ്ട്. കണ്ടോ, ഇത്രയും അടുത്ത് താമസിച്ചല്ലേ ചേട്ടായി. കണ്ടിട്ട് എന്നാ തോന്നി ചേട്ടായി പോട്ട്? ഭയങ്കര വിഷമമായി പോയി ചേട്ടായി. ചേട്ടാ എന്നാന്നറിയോ, പിന്നെ ഒറ്റ വീട് പോണൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതാണേ, ഭയങ്കര സ്നേഹമായിട്ട്. അപ്പം ഇപ്പോൾ ഞാൻ ഓർത്ത് ഷുഗറൊക്കെ ആയിരുന്നു, ഷുഗർ കൂടിയതാണ്. പക്ഷെ അല്ലായിരുന്നു, ക്യാൻസറായിരുന്നു. ഭയങ്കര വിഷമമായി പോയി കേട്ടോ കണ്ടപ്പോഴേ. എൻ്റെ പൊന്നെ, അവിടെ നമ്മുടെ ചേച്ചിയുടെ ആങ്ങളമാരുണ്ട്. അയ്യോ, സലിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും ചേട്ടനൊക്കെ ജീവനാണ്. സലിച്ചേട്ടൻ പറയാം എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ആങ്ങളയുടെ കണ്ണ് നിറഞ്ഞൊഴുകും കേട്ടോ. എല്ലാം നാശവശമായിപ്പോന്നോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഈ ഓരോന്നിനും ഓരോ സമയമാകുമ്പം എല്ലാം ഇതാകും. വിനുവൊന്നും അവിടെ ഇല്ലേവാ? വിനുവൊന്നും ഇല്ലേവാന്ന്? അയ്യോ, നമ്മൾ ആ മലയെന്നായിരുന്നു പണ്ട് വെള്ളം എടുക്കുന്നത് കേട്ടോ. അവിടെ നോസിട്ട് അതിനകത്തെല്ലാം തേയിലയാണ് നിൽക്കുന്നത്. അതെ, ഭയങ്കര വനപ്പ്. അതിനകത്ത് കാട്ടുപോത്ത പുലിയോ കിടന്ന അറിയാല. സത്യം, കടുവായും പുലിയൊക്കെ ഇതിനകത്തൊക്കെ വന്നു കിടന്ന് എങ്ങനെ പുലി വന്നാ പറഞ്ഞ ആലടി. ആണോ? അതെ അതെ അതെ. ആ, ഇവിടെയൊക്കെ കിടന്നാലും അറിയില്ല. അവിടെ എൻ്റെ അടുത്തിട്ട് പറഞ്ഞാ എൻ്റെ പൊന്നെ, കുഞ്ഞാണേലും എനിക്ക് പേടിയാ കേട്ടോ. വിനും പിള്ളേർ സ്കൂളിൽ പോയിക്കോ. അവളുണ്ട്. ചേട്ടായി ജലത്തായൊക്കെ ഇതിൻ്റെ അപ്പുറത്താണ് ജലത്തായൊക്കെ താമസിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കി പോവാം കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. എന്നാ പറച്ചിൽ പറഞ്ഞാലും. കാരണം ഇവിടെ എത്ര ഒരു 10-12 വർഷം ഞങ്ങൾ ഈ വീടിനകത്ത് താമസിച്ചാട്ടോ. എന്നെ കെട്ടിക്കൊണ്ട് ചേട്ടാ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. കണ്ടോ, പട്ടിയും ഒക്കെ ഉണ്ട് അവിടെ കിടന്ന് കുരയ്ക്കുന്നു. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ലേ? കണ്ടോ, ഓർത്തു ഇതേ 3 എണ്ണം. പൂച്ചനെയോ താറാവിനെയോ? താറാവിനെ തരാമെന്നോ? ഉണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് താറാവ്? ആണോ? എൻ്റെ ദൈവമേ, ചേട്ടായി ഉമ്മ പറഞ്ഞാടി. എൻ്റെ ദൈവം 3 എണ്ണം കൂടി ഇരിക്കുന്നത് നോക്കി. വല്ലപ്പോഴും ഒരു വാഴക്കൊലയും ഒക്കെ കൊണ്ട് തരും, മുളകും ഒക്കെ കൊണ്ട് തരും. എന്നോട്ട് വയ്യേ? ആണോ? ഞാൻ ഇന്നലെ കണ്ട മരിച്ചെടുത്ത് പോയപ്പോൾ കണ്ടല്ലോ മറ്റേ. ക്ഷീണമാണോ? ആണോ? കുറേ നടന്ന ഒരു വഴിയാണ് ഇത് ചേട്ടാ. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് വലിയ പന്തലും ഒക്കെ ഇട്ടാണ് കല്യാണ സമയത്തൊക്കെ.
തേയിലപ്പൊരിയൊക്കെ പൊളിച്ചു. ഇവിടെ ഒരു കെട്ടിടമായിരുന്നു, നമ്മൾ ഇവിടെ എല്ലാം വെട്ടിത്തേളി ചെയ്യും. അതുകൊണ്ട് എന്ത് കൂടും വേസ്റ്റും ഒക്കെ കൊണ്ടിരിക്കുന്നത്. ഒരു ചപ്പോ ചവറോ ഇല്ലാതെ നമ്മളിവിടെ വൃത്തിയാക്കി ഇടുമായിരുന്നു നമ്മളിവിടെ താമസിക്കുമ്പോൾ. ഇവിടെയായിരുന്നു പന്തലൊക്കെ കിട്ടിയതല്ലേ ചേട്ടായി? എന്നാ സെറ്റായിരുന്നു അല്ലേ? ഇപ്പോൾ എല്ലാം എല്ലാം പൊളിച്ച് നശിപ്പിച്ച് ആ ഒരു ഐശ്വര്യമാണ് പോയി അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ? അതാണ് ഫാക്ടറി എല്ലാം പൊളിച്ച്. ഇതൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ ചങ്കിനകത്തൊരു പിടപ്പാണ്. കാരണം ആ സിറ്റിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിയുമ്പോൾ തുടങ്ങി ഇതിൻ്റെ മണവും അല്ലേ? എൻ്റെ ദൈവമേ, ഭയങ്കര ഒരു വിഷമം കേട്ടോ ഇന്നെല്ലാം കൊണ്ടും ചേട്ടാക്കി ഇതൊക്കെ കണ്ടിട്ടും. എന്നാ ചെയ്യാനാ? 2 എണ്ണം സ്കൂളിൽ പോയിട്ട് വന്ന് യൂണിഫോം ഒന്നും മാറ്റില്ല. എനിക്കൊരു സാധനം കൊണ്ട് തന്നാ, കാണിക്കട്ടെ നിങ്ങളെ എന്നാന്ന്. ഇതെന്നാടാ ഇത്? ഇതിൻ്റെ പേരെന്നാ? ആണോ? കല്യാണം മേടിച്ചാണോ ഇത്? അയ്യോ സൂപ്പറാണോ? ആണോ? എവിടുന്ന്? ഏത് കടയിൽ നിന്ന്? ഏത് കടയിൽ നിന്ന്? ഞാൻ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയതാ കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞാൽ. വെയിലാറി കഴിഞ്ഞല്ലേ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോഴത്തേനും എനിക്ക് കൊണ്ടു തന്ന സാധനമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് കപ്പയാ, പച്ചക്കപ്പയാ. നല്ല രസമുണ്ട്. എനിക്കറിയില്ല കപ്പ കപ്പയാ നല്ല ടേസ്റ്റ് കേട്ടോ. ആണോ? നാടൊരുത്തല്ലേ എന്തോ ഒരു വെള്ള കട്ടിയുള്ള സാധനങ്ങളില്ലേ തിന്നുന്നേ, അതുപോലത്തെ ഉള്ള ഇതുപോലെ ആക്കിയിട്ട് ഇതൊക്കെ മതി പിള്ളേർക്കൊക്കെ. അമ്മണിയമ്മ അവർക്കൊന്ന് വിളിക്കുന്നുണ്ട്, വന്ന് കുളിക്ക് വന്ന് തിന്നൊക്കെ പറഞ്ഞേ കേട്ടെ. ഒരുത്തൻ സൈക്കിളും കൊണ്ടുപോയിട്ട് ഇവിടെ മറിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ട് സേവരിയേട്ടൻ വഴി എടുത്ത് അടിയും കൂട്ട് കൊണ്ടുപോകുന്നുണ്ട്. അമ്മച്ചി എവിടെ പോയതാന്ന് എൻ്റെ കോലമൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചതാ കേട്ടോ. അമ്മച്ചി എവിടെ പോയതാന്ന്. ഇന്ദിരാമ്മയുടെ കൊച്ചുമകളാണ് കേട്ടോ. അടുത്തത് നിൽക്കുന്നത് പാറുക്കുട്ടി. അവളുടെ പേരെന്നാ മോനെ? വൈക. അല്ല വീട്ടിൽ വിളിക്കുന്നത് എന്നാന്ന്? ആമിയാണോ? എന്നാ ഇച്ചിരി അപ്പം താ കൈ പിടിച്ചോണെങ്കിൽ നടക്കാതെ. പാത്രം കഴിക്കൊണ്ടിരുന്ന് നിന്നെ വിളിച്ച് സിന്ധു ചേച്ചിക്ക് ചോറ് കൊടുക്കാൻ. എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇത് എന്നാ പരിപാടിയെന്ന് നോക്ക്. ഇത് പാവം ഇത് ജോലി ചെയ്യുന്നുണ്ടല്ലേ. ഞങ്ങളോടൊക്കെ LIC പണിയുന്നാലും കഷ്ടപ്പാടുണ്ടല്ലേ. ഞാനോർത്ത് കാശ് മേടിച്ചിടുക അത്രയോ പോകുന്നുള്ളത്. എല്ലാവരും തപ്പിപ്പിടിച്ച് എടുക്കുക കേട്ടോ. എന്താ ഉണ്ടോ ഇന്ദിരാമേ? അതല്ലേ ചോദിച്ചു, എന്നാ ഉണ്ടോന്നല്ലേ ചോദിച്ചത്. എൻ്റെ പേപ്പർ ഉണ്ടോന്ന് ചോദിച്ചു എൻ്റെ കൂടെ. ഇല്ലേ? ഏതോ ഉറങ്ങാണ്ട് തന്നു. വേണ്ട, ഇതാട്ടോ നമ്മുടെ ഇന്ദിരാമ്മയുടെ വീട്. ഇന്ദിരാമ്മയുടെ കണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അഖിലയും ലാലും നമ്മുടെ ചങ്കുക്കൂട്ടനും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഈ ചെടി വെച്ചിട്ടാണോ ഇന്ദിരാമ്മ എന്നോട് വന്ന് പറഞ്ഞ ഈ ചെടി ഇങ്ങനത്തെ മേടിച്ചു വെക്കാൻ? പക്ഷെ പെട്ടെന്ന് പോക്കാന്നേ. വെള്ളം ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് പോക്കാം. അയ്യോ അച്ഛമ്മയുടെ പേപ്പറെല്ലാം കാറ്റും ഉണ്ടോന്ന്. കാറ്റുണ്ട്. ഒരു യോഗ കാണിച്ചു അമ്മേനെ. ഇതെവിടെ ഒന്ന് കിടന്ന് ഒന്ന് കാണിച്ച് കാണിച്ചേ. ഓക്കെ. യോഗയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ജഗതിയാശാൻ്റെ അടുത്ത് പോയി പാറു കുഞ്ഞിനെ മോല് അച്ഛമ്മ പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നോ സുന്ദരിയായിട്ട്? അച്ഛമ്മയുടെ കാണണോ? കാണിച്ചു തരാം. പാറക്കുട്ടി നമുക്ക് പാട്ട് പാടി തരാൻ പോവാ കേട്ടോ. പഠിക്കോ? പച്ചക്കുരുത്തോല പന്തലുണ്ട്, നല്ല പച്ച കിളികൾ തൻ ഗാനമുണ്ട്. പച്ചക്കുരുത്തോല പന്തലുണ്ട്, നല്ല പച്ച കിളികൾ തൻ ഗാനമുണ്ട്. പൊട്ടിച്ചിരിക്കും നദികളുണ്ട്, നല്ല പൊക്കമേറിയിടും മലകളുണ്ട്. പൊക്കമേറിയിടും മലകളുണ്ട്, നല്ല പൊക്കമേറിയിടും മലകളുണ്ട്.
മലകളുണ്ട്. കുമ്മിയും കൂത്തും കുറുത്തിപ്പാട്ടും ഓട്ടം തുള്ളാലും കുമ്മിയും കൂത്തും കുറുത്തിപ്പാട്ടും ഓട്ടം തുള്ളാലും തിരുവാതിരായും വള്ളം കളിയും കഥകളിയും നല്ലവണ്ണം തീരണ്ട പഴങ്ങളുണ്ട്. വള്ളം കളിയും കഥകളിയും നല്ലവണ്ണം തീരണ്ട പഴങ്ങളുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ? നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ? സൂപ്പർ സൂപ്പർ. ഒരു കൈകൊട്ട് പോലും കൊടുക്കുന്നില്ല, പേപ്പറും തപ്പിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു പാടിയിട്ട് ഒരു കൈ കൊട്ടിക്കോ. ചേച്ചി പാട്ട് പാടിയില്ല, കൈ കൊട്ടിക്കേ. കൈ കൊട്ട്, കൈ അടിക്ക്. ആ മിടുക്കി മിടുക്കി മിടുക്കി. ദൈവമേ, ഇത് കണ്ടോ? അപ്പൊക്കെ അവിടെ കൊണ്ടിട്ട് ഉറുമ്പ് കടിക്കും. ആ കണ്ടോ? നീ വരുന്നുണ്ടോ? ഞാൻ പോവാ. വരുന്നുണ്ടോ? ഞാൻ പോവാ എൻ്റെ വീട്ടിൽ. അതില്ലേ കൊച്ചു വരുന്നുണ്ടോ? എന്നാ വാ. എൻ്റെ ദൈവമേ മതി. ചോറ് തരാൻ പോയതാ കേട്ടോ, ചോറുണ്ണാൻ ചെല്ലാൻ. എൻ്റെ ദൈവം, എനിക്ക് ചോറ് വേണ്ട. എൻ്റെ കൂടെ വരുവാന്ന് എന്തിനാമേ? കൊച്ചുമോൾ എൻ്റെ കൂടെ പോരുവാന്ന് കേട്ടോ പറഞ്ഞു. അമ്മ പണിക്ക് പോവാ, നീ പോരെ. അപ്പൊ വൈകിട്ട് വരുമ്പോ കൊണ്ടുപോകും. അല്ല പിന്നെ ആമീനെ നോക്കിയേ. ദൈവമേ, ഇത് എൻ്റെ കൂടെ പോരുവാ കേട്ടോ. അമ്മച്ചി എൻ്റെ കൂടെ പോരും. അത് വേണ്ട പോലെ ഞാൻ ആണോ? എന്നെ കണ്ടപ്പോഴേ എൻ്റെ കൂടെ ഇറങ്ങി പോന്നു. എന്നാ കൊച്ചു പറഞ്ഞതല്ലേ കൊണ്ടുപോകാം. എന്നാ പാർമോളും കൂടെ പാടി. എന്നാ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിടാം. അല്ല തന്നെ ഇന്ന് എൻ്റെ തമ്പുരാനേ മതി. വരുവാണ് അമ്മയുടെ കൂടെ. കേട്ടോ ചക്കരപ്പൊന്നെ വാന്നും പറഞ്ഞോണ്ട് പോയി അമ്മേനെ വിളിച്ചോണ്ട് വരുവാ കേട്ടോ. അവള് ഷാളിടുന്ന കണ്ടപ്പോഴേ വരുവാന്ന് വിചാരിച്ചു. 2 ദിവസം കഴിയുമ്പോ വരാന്ന് പറ. അമ്മ വരണ്ട, അമ്മ വരണ്ട. അമ്മേനെ എനിക്ക് വേണ്ട, നിന്നെ മതി. ദൈവമേ മതി. ആ വാ, വരുന്നെങ്കിൽ വാ വേണമെങ്കിൽ അല്ലേ. അമ്മേനെ വേണ്ട, കൊച്ചിനെ മതി കേട്ടോ സിന്ധുമ്മയ്ക്ക്. തൊഴിലുറപ്പ് ചെയ്ത പൈസയും കൊണ്ട് തന്നെ ഒരു തൂമ്പ മേടിച്ചു കേട്ടോ. ഇന്ന് എൻ്റെ തൂമ്പയുടെ ഇത് പോയേ ഊരിപ്പോന്നു. അപ്പം എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനത്തെ തൂമ്പ കേട്ടോ ഇപ്പോൾ കൂടുതലും പേരുടെ കയ്യിൽ. ഇതാകുമ്പോൾ ഇവിടെ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ടൈറ്റാക്കി വെച്ചേക്കും. അതാകുമ്പം ഊരിപ്പോകത്തില്ലല്ലോ. നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം മേടിച്ചു. 750 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. എന്തായാലും ഞാൻ ചേട്ടായെ വന്ന് വിളിച്ചപ്പം ചേട്ടായി പറഞ്ഞത് ഇങ്ങോട്ട് സാധനം കൊടുത്തു വിടുന്നുണ്ട് അടിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കൊടുത്തു വിട്ടാൽ ചേട്ടാ ഈ തൂമ്പാന്ന് പറഞ്ഞു. പിന്നെ ഇന്നുണ്ടല്ലോ രാവിലെ തല്ലിപ്പടിച്ച് പോയപ്പോൾ തോർത്തെടുക്കാൻ പോയി, മറന്നുപോയി. അപ്പോൾ അച്ഛമ്മൻ്റെ എനിക്ക് തോർത്ത് തന്നാൽ അത് ഞാൻ പിന്നെ കഴുകിയിട്ടത്. പോകുമ്പോൾ അങ്ങോട്ട് ഓർത്തെടുത്തുകൊണ്ട് പോകാൻ അവിടെ കൊണ്ടിട്ടെ ഒന്നും പറയണ്ട. പിന്നെ ചേട്ടായി എന്തോ സാധനം മേടിച്ച് കൊടുത്തു വിട്ടത്. എന്നാണെന്ന് നോക്കട്ടെ, എന്നാണെന്ന് അറിയത്തില്ല. ഇത് സാധനം കൊടുത്തു വിടാനായിട്ട് ഞാൻ വന്നോന്നറിയാൻ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തൂമ്പായും വേണമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് 2 ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം നമ്മുടെ മോളമ്മ ചേച്ചിക്ക് ക്യാൻസർ ആയിരുന്നു. ആദ്യം ബ്ലഡിനകത്തൊക്കെ ആയി, അത് കഴിഞ്ഞ് യൂട്രസിനായി. യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത് മാറ്റാനായിട്ട് ഡോക്ടർമാരുടെ ഒരു ഇത് കിട്ടുന്നില്ലായിരുന്നു, പെർമിഷൻ. അങ്ങനെ ആയി. RCCയിലായിരുന്നു കേട്ടോ, തിരുവനന്തപുരത്ത്. അവിടെ റൂമൊക്കെ കിട്ടുമല്ലോ, അവിടെ തന്നെയായിരുന്നു റൂമൊക്കെ എടുത്ത്. 5-6 മാസമായിട്ട് അവിടെയായിരുന്നു ആൾ. ഇപ്പോൾ പെട്ടെന്ന് ഒരു വയറുവേദനയൊക്കെ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ അറ്റാക്കും കൂടെ ആയി. അങ്ങനെയാണ് കേട്ടോ വെച്ചാൽ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ മുഖം കണ്ടാൽ ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഒരു രോഗം വരരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ്. ആർക്കും ഈ ഒരു വേദന വരരുതേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പം എല്ലാവർക്കും ടാറ്റാ.